നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു കഥയാണ്. W. ജേക്കബ്സിന്റെ ഒരു കഥ, ഒരു ചെറുകഥ. ദ മാങ്കീസ് പോ എന്നാണ് ആ കഥയുടെ പേര്. ശാപം കിട്ടിയ എന്നാൽ ഭാഗ്യത്തിന്റെയും നിർഭാഗ്യത്തിന്റെയും അവസരങ്ങൾ ഒരുപോലെ ഒരാൾ കേൾക്കുന്ന ഒരു വസ്തുവിന്റെ കഥ. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. നമ്മളിന്ന് പോകുന്നത് ലെബാനം വില്ലയിലേക്കാണ്. ശൈത്യകാലം നിറഞ്ഞ ഒരു രാത്രി. വീടിന്റെ കർട്ടനുകളും ജനലുകളുമെല്ലാം അടച്ചിരിക്കുന്നു. കാറ്റോ മഞ്ഞുവീഴ്ചയോ ഒന്നുമില്ല. ആ വീടിന്റെ ചെറിയൊരു ഹാളിൽ അച്ഛനും മകനും ഇരുന്ന് ചെസ് കളിക്കുന്നു. അവന്റെ മാതാവ് നെരിപ്പോടിന് മുന്നിലിരുന്ന് കമ്പിളി വസ്ത്രങ്ങൾ തുന്നുന്നു. നെരിപ്പോടിന് മുന്നിൽ നിന്ന് അവർ കമ്പിളി വസ്ത്രങ്ങൾ തുന്നുകയാണെങ്കിലും അവരുടെ ഒരു കണ്ണ് ചെസ് ബോർഡിലേക്കാണ്. അവന്റെ പിതാവിന് നല്ലപോലെ ചെസ് കളിക്കുവാൻ അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഒരബദ്ധം പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാജാവിനെ ഒരു അപകടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ആ നീക്കം അവരുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. അവർ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചു കളിക്കൂ. അത് അവന് മനസ്സിലായി. അതായത് അവരുടെ മകന്. അവൻ സസൂക്ഷ്മമായി ചെസ് ബോർഡ് നിരീക്ഷിച്ചു. ചെക്ക്മേറ്റ് വിളിക്കുകയും ചെയ്തു. എന്നാൽ മിസ്റ്റർ വൈറ്റ് അത് കേൾക്കാതെ എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അവർ ആരെയോ കാത്തിരിക്കുകയാണ്. ആ കാര്യമാണ് അവർ പറയുന്നത്. അയാൾ ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല, മിസ്റ്റർ വൈറ്റ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകൻ വീണ്ടും ചെക്ക്മേറ്റ് വിളിച്ചു. അത് ഗൗനിക്കാത്ത മട്ടിലെന്ന പോലെ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇവിടുത്തെ ജീവിതം ദുസ്സഹമാണ്. എന്തൊരു നരക ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, റോഡിലൂടെ നദീപ്രവാഹം, അവിടെ ഇവിടെയായി ചെളിക്കുണ്ടുകളും ചതുപ്പുകളും. ഇവിടുത്തെ ജീവിതം മടുത്തിരിക്കുന്നു, മിസ്റ്റർ വൈറ്റ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, അതൊന്നും സാരമില്ല. ഇവിടേക്ക് വരുന്ന വഴിയിൽ 2 താമസക്കാരല്ലേ ഉള്ളൂ. അവർക്ക് ഇതൊന്നും കുഴപ്പമില്ലായിരിക്കും. അതിൻ്റെ കൂടെ അവർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ തോൽവി നിങ്ങൾ കാര്യമാക്കണ്ട. അടുത്ത തവണ ഒരു പക്ഷേ നിങ്ങൾ വിജയിച്ചേക്കാം. അത് കേട്ടതും മിസ്റ്റർ വൈറ്റ് രൂക്ഷമായി അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒന്ന് നോക്കി. ഭാര്യ രൂക്ഷമായി തന്റെ മകനെയും. കണ്ണുകൾ പരസ്പരം മുടക്കി. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. പശ്ചാത്താപത്തിന്റെ ഒരു പുഞ്ചിരി മിസ്റ്റർ വൈറ്റിന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു. അപ്പോഴാണ് അതവർ കേട്ടത്. ഗേറ്റ് വലിച്ചടയ്ക്കുന്നതിന്റെയും കാലടി ശബ്ദങ്ങൾ അവർക്കരികിലേക്ക് നടന്നെടുക്കുന്നതിന്റെയും ശബ്ദമായിരുന്നു അത്. മിസ്റ്റർ വൈറ്റ് പറഞ്ഞു, അദ്ദേഹം വന്നു എന്ന് തോന്നുന്നു. അതിഥിയോടുള്ള ആതിഥ്യ മര്യാദ കാട്ടുവാൻ വേണ്ടി മിസ്റ്റർ വൈറ്റ് അവിടുന്ന് എഴുന്നേറ്റു. തന്റെ വാതിലിന്റെ അരികിലേക്ക് നടന്നു. അദ്ദേഹം വാതിൽ തുറന്നു. അവിടെ കണ്ട അതിഥിയെ ആലിംഗനം ചെയ്തു. വ്യസനത്തോടെ സംസാരിച്ചു. മിസ്റ്റർ വൈറ്റിന്റെ സംസാരം കേട്ടുകൊണ്ടായിരിക്കണം വന്നിരുന്ന ആളും ദുഃഖത്തിലായി. കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന മട്ട് വന്നതോടെ മിസ്സിസ് വൈറ്റ് ഒന്ന് ചുമച്ച് ശബ്ദമുണ്ടാക്കി. അതോടെ മിസ്റ്റർ വൈറ്റ് സംസാരം നിർത്തി. വന്നിരിക്കുന്ന അതിഥിയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. നല്ല ഉയരമുള്ള സുന്ദരമായ മുഖങ്ങളുള്ള, കണ്ണുകളുള്ള, രക്തം ചുമക്കുന്ന മുഖമുള്ള അയാളുടെ പേര് സാർജന്റ് മേജർ മോറിസ് എന്നായിരുന്നു. അയാൾ സ്വയമേ എല്ലാവരെയും പരിചയപ്പെടുത്തി. അതിനു പുറമെ ഓരോരുത്തരെയായി പരിചയപ്പെടുകയും ചെയ്തു. പരിചയപ്പെടുത്തലുകൾക്ക് ശേഷം അദ്ദേഹം നടന്ന് നെരിപ്പോടിനടുത്തുള്ള ഒരു കസാരയിൽ വന്നിരുന്നു. മിസ്റ്റർ വൈറ്റ് അപ്പോഴേക്കും അദ്ദേഹത്തിന് കുടിക്കുവാനുള്ള വിസ്കിയും ഗ്ലാസും എടുക്കുവാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത് പ്രതീക്ഷിച്ചാണ് മോറിസ് അവിടെ ഇരിക്കുന്നത്. അധികം വൈകിക്കാതെ തന്നെ മിസ്റ്റർ വൈറ്റ് അയാൾക്കരികിലേക്ക് വന്നു. അവർ ഒരുമിച്ച് മദ്യം സേവിക്കുവാൻ തുടങ്ങി. 3-ാം ബെഗിൽ അയാളുടെ കഥകൾ പറയുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വികസിച്ചു. വാതോരാതെ സംസാരിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജോലിയെപ്പറ്റി, സഞ്ചരിച്ച ഇടങ്ങളെപ്പറ്റി, യുദ്ധത്തെപ്പറ്റി, പ്ലേഗിനെ പറ്റി, അയാൾ ഇതുവരെ പരിചയപ്പെട്ട വിചിത്ര സ്വഭാവമുള്ള, ചിന്താഗതിയുള്ള ആളുകളെപ്പറ്റി പറയുവാൻ തുടങ്ങി. ഇതെല്ലാം ശ്രവിച്ചുകൊണ്ട് അവർ 3 പേരും അദ്ദേഹത്തിന്റെ അരികിൽ തന്നെ ചെവി ഓർത്തിരുന്നു. മോറിസൺ പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ മിസ്റ്റർ വൈറ്റ് പറയുവാൻ തുടങ്ങി. ഭാര്യയും മകനെയും നോക്കിയാണ് അദ്ദേഹം പറഞ്ഞത്. 21 വർഷമായി ഇദ്ദേഹത്തെ കണ്ടിട്ട്. ഞാൻ അവസാനമായി കാണുമ്പോൾ ഇദ്ദേഹം പണ്ടകശാലയിലെ ഒരു നവ യുവാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ലേ? അതിനുത്തരമായി മിസ്സിസ് വൈറ്റ് പറഞ്ഞു, ആ, വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. മിസ്റ്റർ വൈറ്റ് പിന്നെയും പറയുവാൻ തുടങ്ങി, എനിക്ക് ഇന്ത്യയിൽ ഒരിക്കൽ കൂടി പോകണം. അവിടുത്തെ പുരാതന ക്ഷേത്രങ്ങളും ഫക്കീറുമാരെയും ഇന്ദ്രജാലക്കാരെയും എനിക്ക് ഇനിയും കാണണം. ഒരിക്കൽ താങ്കൾ എന്നോട് ഒരു കുരങ്ങൻ കാലിനെ കുറിച്ച് പറഞ്ഞു തോർക്കുന്നുണ്ടോ മോറിസ്? നിനക്കിപ്പോൾ അത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അത്? മിസ്റ്റർ വൈറ്റ് അദ്ദേഹത്തോട് ചോദിച്ചു. മോറിസിന്റെ മുഖഭാവം മാറി. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അത് കേട്ടതും മിസ്സിസ് വൈറ്റ് ചോദിച്ചു, കുരങ്ങിൻ പാദമോ? അതെന്താണ് സംഭവം? മിസ്സിസ് വൈറ്റിന്റെ ചോദ്യത്തിന് ഉത്തരമെന്ന പോലെ അറിയാതെ മോറിസിന്റെ വായിൽ നിന്ന് വീണു. നിങ്ങൾ മാന്ത്രിക ശക്തിയുള്ള സാധനങ്ങളെ പറ്റി കേട്ടിട്ടില്ലേ?
അങ്ങനെ ഒരു വസ്തുവാണത്. അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണതും അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മിസ്റ്റർ വൈറ്റും മിസ്സിസ് വൈറ്റും അദ്ദേഹത്തിന്റെ മകനും അവിടേക്ക് ചെവിയോർത്തു, കൂടുതൽ ആകാംക്ഷയോടെ കൂടുതൽ വിവരങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി. എന്നാൽ അതിഥിയാകട്ടെ അതൊന്നും കണ്ട മട്ട് നടിച്ചില്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന കാലി ഗ്ലാസ് തന്റെ ചുണ്ടോടൊന്ന് അടുപ്പിച്ച ശേഷം പതിയെ അത് മേശമേൽ വെച്ചു. അത് കണ്ടതും കാലി ഗ്ലാസ്സിലേക്ക് കുറച്ചുകൂടി മദ്യം മിസ്റ്റർ വൈറ്റ് പകർന്നു നൽകി. ഗ്ലാസ്സിലൊഴിച്ച മദ്യം സേവിച്ചുകൊണ്ട് മോറിസ് പറഞ്ഞു, കാണാൻ മാത്രം ഒന്നുമില്ല, അത് ചെറിയൊരു കുരങ്ങിന്റെ പാദമാണ്, ഉണങ്ങി ചുക്കി ചുളുങ്ങിപ്പോയവ. അത് പറഞ്ഞ ശേഷം മേജർ തന്റെ പോക്കറ്റ് പരിശോധിച്ചു. അതിനുശേഷം തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ആ വസ്തു പുറത്തേക്കെടുത്തു. അവർക്ക് നേരെ നീട്ടിക്കാണിച്ചു. അത് കണ്ട് അറപ്പുളവാക്കുന്ന മുഖത്തോടെ മിസ്സിസ് വൈറ്റ് മുഖം കൂട്ടി. എന്നാൽ വളരെ വേഗം തന്നെ അവരുടെ മകൻ മേജറുടെ കയ്യിൽ നിന്നും അത് വാങ്ങി പരിശോധിച്ചു തുടങ്ങി. മകന്റെ കയ്യിൽ നിന്നും മിസ്റ്റർ വൈറ്റും അത് വാങ്ങിച്ചു പരിശോധിച്ചു. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിന് എന്താണ് ഇത്ര പ്രത്യേകത? മിസ്റ്റർ വൈറ്റിന്റെ കയ്യിൽ നിന്നും മേജർ അത് വാങ്ങി മേശമേൽ വെച്ചു. അതിനുശേഷം അയാൾക്ക് ഉത്തരം നൽകി. അതിൽ വൃദ്ധനായ ഒരു ഫക്കീർ എന്തോ മന്ത്രം എഴുതിയിരുന്നു. ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. അയാൾ ലോകത്തോട് പറയാനിരുന്നത് ഇതാണ്: മനുഷ്യന്റെ നിയോഗങ്ങൾ തീരുമാനിക്കുന്നത് വിധി നിയോഗങ്ങളാണ്. അതിനെ എതിർക്കുന്നവർ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ തെളിയിക്കുവാൻ ആഗ്രഹിച്ചത്. ഇതിൽ നിന്ന് 3 പേർക്ക് 3 ആഗ്രഹങ്ങൾ നേടുവാൻ സാധിക്കും. ആ വിധത്തിലാണ് അദ്ദേഹം മന്ത്രം ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. മേജർ വാക്കുകൾ പറഞ്ഞവസാനിപ്പിച്ചു. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അത്രമേൽ കഷ്ടപ്പെട്ടിരുന്നു. ഹൃദയഹാരിയായ രീതിയിലായിരുന്നു അദ്ദേഹം അത് അവരോട് പങ്കുവച്ചത്. കേട്ടിരുന്ന മിസ്റ്റർ വൈറ്റ് മേജറോട് ചോദിച്ചു, എന്താണ് താങ്കൾ 3 ആഗ്രഹങ്ങൾ നേടാഞ്ഞത്? അത് കേട്ടതും അദ്ദേഹത്തിന്റെ വെളുത്തു തുടുത്ത മുഖം വിളറി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് കേട്ടതും മിസ്റ്റർ വൈറ്റ് ചോദിച്ചു, എന്നിട്ട് താങ്കളുടെ 3 ആഗ്രഹങ്ങളും നടന്നുപോകും? ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. മേശമേലിരുന്ന ഗ്ലാസ് എടുത്ത് അദ്ദേഹം തന്റെ പല്ലിൽ തട്ടി ശബ്ദമുണ്ടാക്കി. അപ്പോൾ തന്നെ മിസ്സിസ് വൈറ്റ് അടുത്ത ചോദ്യവും ചോദിച്ചു. മറ്റാരെങ്കിലും? ഇതാദ്യം കൈവശം വെച്ചിരുന്ന ആൾ. അയാളുടെ 3 ആഗ്രഹങ്ങളും അയാൾ സാധിച്ചെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 ആഗ്രഹങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ 3ാമത്തെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം. അത് അയാളുടെ മരണമായിരുന്നു. അയാളുടെ മരണത്തിന് ശേഷമാണ് എനിക്ക് ഈ പാദങ്ങൾ ലഭിക്കുന്നത്. അയാൾ അത് പറഞ്ഞു നിർത്തിയതും അവിടെ ആകമാനം നിശബ്ദത പടർന്നു. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം മിസ്റ്റർ വൈറ്റ് ചോദിച്ചു, താങ്കളുടെ 3 ആഗ്രഹങ്ങളും സാധിച്ചുവെങ്കിൽ ഇനിയും ആ കാൽപാദം കൊണ്ട് താങ്കൾക്ക് യാതൊരു പ്രയോജനമില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് താങ്കൾ അത് സൂക്ഷിക്കുന്നത്? അതിനു മറുപടി എന്ന പോലെ മേജർ തലകുലുക്കി. ഇതെനിക്ക് വെറുമൊരു കൗതുകമാണിപ്പോൾ. അല്ലെങ്കിൽ വിൽക്കാമെന്നൊരു പദ്ധതിയും എനിക്കുണ്ട്. പക്ഷേ വിൽക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാരണം എനിക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലരും പറയുന്നത് ഇത് വെറും ഒരു കെട്ടുകഥയാണെന്നാണ്. വാങ്ങാൻ താല്പര്യപ്പെട്ട് വന്നവർ പറഞ്ഞതോ ഇത് ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം ഫലപ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം എന്നാണ്. മിസ്റ്റർ വൈറ്റ് തന്റെ ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചു തുടങ്ങി. താങ്കൾക്ക് ഇനിയും 3 ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ താങ്കൾ വീണ്ടും ഇതിനോട് ചോദിക്കുമോ? മേജർ ആ കുരങ്ങുപാദം തന്റെ ചൂണ്ടുവിരലിലും തള്ളവിരലിലും ഇടയ്ക്കിട്ട് അത് ആട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, അറിയില്ല, എനിക്ക് അറിയില്ല. പിന്നെ ഒട്ടും അമാന്തിക്കാതെ ആ കുരങ്ങുപാദം മേജർ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നോ അയ്യോ ഹാ എന്നൊരു ശബ്ദം കേട്ടു. മിസ്റ്റർ വൈറ്റ് ചാടി അത് തടഞ്ഞു പിടിച്ചെടുത്തു. അത് കണ്ടതും മേജറിന്റെ മുഖം ആകെ മാറി. മേജർ പറഞ്ഞു, മിസ്റ്റർ വൈറ്റ്, താങ്കളിത് കത്തിച്ച് കളയുന്നതാണ് താങ്കൾക്ക് നല്ലത്. അതിന് മറുപടിയായി മിസ്റ്റർ വൈറ്റ് പറഞ്ഞത് ഇതാണ്, താങ്കൾക്ക് വേണ്ട എങ്കിൽ ഇതെനിക്ക് തന്നുകൂടെ? മേജറുടെ മുഖം മാറി. മേജർ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാനത് കളഞ്ഞു തീയിലേക്ക്. നിങ്ങളാണ് അതെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിരിക്കുന്നത് നിങ്ങളുടെ കൈവശമാണ്. ഇനിയും ഉണ്ടാകാൻ പോകുന്നതിന് എന്നെ പഴിക്കരുത്. ബുദ്ധിശൂന്യത കാണിക്കാതെ മിസ്റ്റർ വൈറ്റ് അത് തിരികെ തീയിലേക്ക് എറിഞ്ഞു കളയൂ. എന്നാൽ മിസ്റ്റർ വൈറ്റ് അതൊന്നും കേട്ട മട്ട് ധരിച്ചില്ല. അദ്ദേഹം തന്റെ കയ്യിൽ കിട്ടിയ കുരങ്ങുംപാദം തീക്ഷ്ണമായി പരിശോധിക്കുകയാണ്. എന്നിട്ട് മിസ്റ്റർ വൈറ്റ് ചോദിച്ചു, താങ്കൾ ഇതെങ്ങനെയാണ് ചെയ്തത്? അത് നിങ്ങളുടെ വലത് കൈയിൽ മുറുക്കെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം ഉറക്കെ പറയുക. പക്ഷേ വിവേകത്തോടെ വേണം നിങ്ങൾ ആഗ്രഹിക്കുവാൻ, അല്ലെങ്കിൽ ആഗ്രഹം പറയുവാൻ. ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറയുകയാണ്, അതിൽ നിന്നുണ്ടാകുന്ന അനന്തരഫലം അതിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. അത് കേട്ടതും മിസ്സിസ് വൈറ്റ് പറഞ്ഞു, അറേബ്യൻ കഥകൾ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. 4 ജോഡി കൈകൾ എനിക്കുണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ അതിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അത്താഴം വിളമ്പിക്കൊണ്ട് മിസ്സിസ് വൈറ്റ് പറഞ്ഞു. അത് കേട്ടതും അവിടെയെല്ലാം ചിരി പടർന്നു. മിസ്റ്റർ വൈറ്റ് തന്റെ പോക്കറ്റിൽ നിന്നും ആ കുരങ്ങിൻ പാദം എടുക്കുവാൻ പോയ സമയം മേജർ തടഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇനിയും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുവാൻ പോകുകയാണെങ്കിൽ വിവേകത്തോടെ ആലോചിച്ചതിന് ശേഷം മാത്രം
അതിനോട് പറയുക. വരാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റിയുള്ള ഒരു മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. മിസ്റ്റർ വൈറ്റ് അത് തിരികെ തന്റെ പോക്കറ്റിലേക്ക് വെച്ചു. അതിനുശേഷം മോറിസിനെ അത്താഴം കഴിക്കുവാൻ വേണ്ടി അയാൾ ക്ഷണിച്ചു. അത്താഴം കഴിക്കുന്ന തിരക്കിൽ അവർ 3 പേരും ആ കുരങ്ങിൻ ബാധത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് അവർ ചെവിയോർത്തത് മേജറിന്റെ ഇന്ത്യയിൽ നടത്തിയ സാഹസിക കഥകളുടെ 2ാം ഭാഗത്തിന് വേണ്ടിയായിരുന്നു. അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം മേജർ മോറിസ് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഹെർബർട്ട്, അതായത് മിസ്റ്റർ വൈറ്റിന്റെയും മിസ്സിസ് വൈറ്റിന്റെയും മകൻ, വാതിലടച്ച ശേഷം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വീരസാഹസിക കഥകൾക്കിടയിൽ അത്രയും വിശ്വാസപൂർണമായ കഥയൊന്നുമല്ല അദ്ദേഹം ഈ കുരങ്ങൻ ഭാഗത്തെപ്പറ്റി പറഞ്ഞത്. അത് കേട്ടതും മിസ്സിസ് വൈറ്റ് ചോദിച്ചു, നിങ്ങൾ ഇതിനായി എന്തെങ്കിലും അദ്ദേഹത്തിന് നൽകിയിരുന്നു? മിസ്റ്റർ വൈറ്റ് അതിന് ഉത്തരം നൽകി. ഒരു ചെറിയ തുക ഞാൻ നൽകിയിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടല്ല, ഞാൻ അദ്ദേഹത്തെ പിടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിനും കാരണമുണ്ട്. കാരണം പല പ്രാവശ്യവും അദ്ദേഹം എന്നോട് അത് തീക്കകത്തേക്ക് വലിച്ചെറിയുവാൻ പറഞ്ഞിരുന്നു. അത് കേട്ടതും അവരുടെ മകൻ പറഞ്ഞു, നമ്മൾ ധനികരും പ്രശസ്തരുമാകാൻ പോകുന്നു. അതായിരിക്കണം അയാൾ അങ്ങനെ പറഞ്ഞത്. പപ്പ ഒരു ചക്രവർത്തിയാകുവാൻ ആഗ്രഹിക്കൂ. അതാകട്ടെ തുടക്കം, പിന്നെ ഭാര്യ ഭരിക്കാനൊന്നും വരില്ല. ഭയം അഭിനയിച്ചുകൊണ്ട് ഹെർബർട്ട് പറഞ്ഞു. അത് കേട്ടതും മിസ്സിസ് വൈറ്റ് ടേബിൾ തുടച്ചുകൊണ്ടിരുന്ന തുണി എടുത്തുകൊണ്ട് അവന് നേരെ പാഞ്ഞു ചെന്നു. അവനാകട്ടെ അടി ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി മേശയ്ക്ക് ചുറ്റും ഓടുവാനും തുടങ്ങി. എന്നാൽ അതൊന്നും വകവെക്കാതെ മിസ്റ്റർ വൈറ്റ് തന്റെ പോക്കറ്റിൽ നിന്നും ആ കുരങ്ങിൻ പാദം സംശയത്തോടെ എടുത്തു. നോക്കി, എന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഹെർബർട്ട് തന്റെ പിതാവിന്റെ തോളിൽ കൈയമർത്തി ചോദിച്ചു, ഈ വീടിന്റെ ബാധ്യത കൂടി ഒഴിവായിരുന്നുവെങ്കിൽ നമ്മൾ സ്വസ്ഥമായിരുന്നേനെ അല്ലേ? മിസ്സിസ് വൈറ്റ് പറഞ്ഞു, 200 പൗണ്ട് ആഗ്രഹിക്കൂ, അത് മതി. അത് കേട്ടതും മിസ്റ്റർ വൈറ്റ് തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ആ കുരങ്ങിന്റെ പാദമെടുത്തു. ഹെർബർട്ട് ഗൗരവത്തോടെ തന്റെ മാതാവിനെ ഒന്ന് നോക്കി. പിന്നെ പിയാനോയിൽ തന്റെ വിരലുകൾ ഓടിച്ചു. മിസ്റ്റർ വൈറ്റ് പറഞ്ഞു, ഞാൻ 200 പൗണ്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ വരവേറ്റത് പിയാനോയിൽ നിന്നുമുള്ള ഒരു നാദമായിരുന്നു. എന്നാൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരലർച്ച മിസ്സിസ് വൈറ്റും അവരുടെ മകനും കേട്ടു. ചോദിച്ചു, എന്താണ്? മിസ്റ്റർ വൈറ്റ് അപ്പോഴേക്കും ആ കുരങ്ങിൻ പാദം ദൂരേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അതനങ്ങി. അത് പാമ്പ് പിടയ്ക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ അത് എൻ്റെ കയ്യിൽ കിടന്ന് പാമ്പ് പുളയുന്നത് പോലെ പുളഞ്ഞു. ഹെർബർട്ട് പറഞ്ഞു, ഞാൻ പണമൊന്നും കണ്ടില്ല, ഇനിയും ഒരിക്കലും കാണില്ല എന്ന് ഞാൻ നിങ്ങളോട് ബെറ്റ് വയ്ക്കാം. ഹെർബർട്ട് താഴെ കിടന്ന പാദമെടുത്ത് മുകളിലേക്ക് വെച്ചു. മിസ്സിസ് വൈറ്റ് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അത് അനങ്ങിയെന്ന്. നിങ്ങൾ ഭയപ്പെടാതെ, അത് കാര്യമൊന്നും ആക്കണ്ട. മിസ്റ്റർ വൈറ്റ് പറഞ്ഞു, എന്നാൽ അതെനിക്കൊരു ഷോക്കായിപ്പോയി. ഞാൻ വല്ലാതെ ഭയന്നു. മിസ്റ്റർ വൈറ്റും ഹെർബർട്ടും അവിടെ ഇരുന്ന് പൈപ്പ് വലിച്ചുകൊണ്ട് തീ കാഞ്ഞുകൊണ്ടിരുന്നു. പുറത്ത് നല്ലപോലെ കാറ്റ് വീശുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ നിന്നും കതവ് ശക്തമായി വന്ന് ആഞ്ഞടിക്കുന്ന ശബ്ദം മിസ്റ്റർ വൈറ്റിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. മിസ്റ്റർ വൈറ്റും മിസ്സിസ് വൈറ്റും അവിടെ നിന്നും എഴുന്നേറ്റ് അവരുടെ റൂമിലേക്ക് പോകുന്നതുവരെ തികച്ചും അപരിചിതമായ, അല്ലെങ്കിൽ അവരെ അസ്വസ്ഥമാക്കുന്ന ഒരു നിശബ്ദത അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായി അവർക്ക് തോന്നിയിരുന്നു. അവർ മുറിയിലേക്ക് പോയതും ഹെർബർട്ടും പിന്നാലെ വന്നിരുന്നു. അവർക്ക് ഗുഡ് നൈറ്റ് പറയുന്നതിന് മുന്നേ ഹെർബർട്ട് പറഞ്ഞു, നിങ്ങൾ കടക്കുന്നതിന് മുന്നേ ആ കട്ടിലിന്റെ അടിയിലൊന്ന് നോക്കിയേക്ക്. ഒരുപക്ഷെ കട്ടിലിനടിയിൽ ഒരു ബാഗിനകത്ത് നിറയെ കാശ് കണ്ടാലോ? കളിയാക്കുന്ന രൂപേണ ഹെർബർട്ട് അത് പറഞ്ഞു. അതിനുശേഷം അവൻ അവിടെ നിന്നും തിരികെ നടന്ന് മുറിയിലേക്ക് പോകുകയും ചെയ്തു. തന്റെ മുറിയിലെ കട്ടിലിരുന്നു കൊണ്ട് മിസ്റ്റർ വൈറ്റ് ഹാളിലെ എരിയുന്ന നെരിപ്പോടിലേക്ക് നോക്കി. അണയാൻ പോകുന്ന നെരിപ്പോടിൽ ധാരാളം മുഖങ്ങൾ തെളിഞ്ഞു വരുന്നതായി അദ്ദേഹത്തിന് തോന്നി. അവസാനമായി തെളിഞ്ഞു വന്നത് ഒരു കുരങ്ങന്റെ രൂപമായിരുന്നു. അദ്ദേഹം പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് പോയി. അവിടെ ഇരുന്നു കൊണ്ട് ആ തീയിലേക്ക്, നെരിപ്പോടിൽ കത്തുന്ന ആ തീയിലേക്ക് നോക്കി. വളരെ വികൃതവും ഭയം ജലിപ്പിക്കുന്നതുമായ ഒരു കുരങ്ങന്റെ സാദൃശ്യമുള്ള രൂപം അയാൾക്ക് നല്ലപോലെ അതിൽ തെളിഞ്ഞു വരുന്നതായി തോന്നി. അയാൾ വളരെ വേഗം മേശമേലേക്ക് കൈവച്ച് തപ്പി. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നെരിപ്പോടിലേക്ക് ഒഴിച്ച് അത് അണയ്ക്കുവാൻ വേണ്ടിയായിരുന്നു അയാൾ ശ്രമിച്ചത്. എന്നാൽ അയാൾ കയറി പിടിച്ചത് കുരങ്ങിൻ ഭാഗത്തിലായിരുന്നു. പെട്ടെന്ന് അയാൾ ഞെട്ടി എഴുന്നേറ്റു. കുരങ്ങൻ ഭാഗത്തെ തൊട്ട കൈ അദ്ദേഹം കോട്ടിന്മേൽ തുടച്ചു. തീരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം. തികഞ്ഞ അസ്വസ്ഥതയോടെ തന്നെ അദ്ദേഹം തന്റെ മുറിയിലേക്ക് നടന്നു, കടന്നുറങ്ങുവാൻ വേണ്ടി. പിറ്റേന്ന് നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ വേണ്ടി അവർ മൂവരും ഹാളിലെ ടേബിളിന് മുന്നിൽ വന്നിരുന്നു. മിസ്റ്റർ വൈറ്റ് തലേന്ന് നടന്ന സംഭവങ്ങൾ ഭയത്തോടെയല്ല, ആഹ്ലാദത്തോടെയാണ് ഇപ്പോൾ ഓർക്കുന്നത്. തലേന്ന് നടന്ന അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ അദ്ദേഹത്തിനുള്ളിൽ ഇപ്പോൾ ചിരിയാണ് പടർത്തിയത്. എന്നാൽ തന്റെ ആഗ്രഹങ്ങളൊന്നും സഫലമാക്കാതെ ആ വൃത്തികെട്ട ചുക്കിച്ചുളുങ്ങിയ കുരങ്ങന്റെ പാദം അവരുടെ ഷെൽഫിന് മേളിൽ അനങ്ങാതെ അങ്ങനെയിരുന്നു. അവരുടെ മകൻ ഹെർബർട്ട് പറഞ്ഞു, എല്ലാ വൃദ്ധ സൈനികരും ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ചുമ്മാതെ ബഡായി കഥകൾ പറയും. ഇങ്ങനെയുള്ള ബഡായി കഥകളെല്ലാം കേട്ടതും ഇങ്ങനെയുള്ള ആശയത്തെ വിശ്വസിച്ചതും
വളരെ മണ്ടത്തരമാണ്. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? മിസ്സിസ് വൈറ്റിനെ അതത്ര സുഖിച്ചില്ല. മിസ്സിസ് വൈറ്റ് ചോദിച്ചു, എന്താ വെറുതെ കിട്ടിയാൽ എന്താ, 200 പൗണ്ട് കഴിക്കുമോ എന്ന മട്ടിലായിരുന്നു അവർ ചോദിച്ചത്. ഹെർബർട്ട് അതിനുള്ള മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്, നോക്കിയിരുന്നു, ഇപ്പോൾ ആകാശത്തു നിന്നും നോട്ടുമഴ പെയ്യും, നോട്ടുമഴ. മിസ്റ്റർ വൈറ്റ് അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെയിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് മാത്രമാണ്, മിസ്റ്റർ മോറിസ് പറഞ്ഞത് ഇതെല്ലാം സംഭവിക്കുക സ്വാഭാവികമായി ആണെന്നാണ്, അതായത് യാദൃശ്ചികമായി നടന്നതെന്ന് നമുക്ക് തോന്നും പോലെ. ഹെർബർട്ട് കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു, ഞാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ ആ ബാഗിൽ നിന്നും പണം എടുക്കരുതേ. ഞാനൊരു ദുരാഗ്രഹിയും തരം താന്നവനുമായി നിങ്ങളെ തള്ളിപ്പറയുമോ എന്ന് എനിക്കൊരു ഭയമുണ്ട്. അത് കേട്ട് അവിടെ ഒരു പൊട്ടിച്ചിരിയാണ് ഉണർന്നത്. പിന്നെ അവന്റെ അമ്മ അവനെ വാതിൽ വരെ കൊണ്ടുവിട്ടു. അവൻ നടന്ന് ദൂരേക്ക് പോകുന്നത് അവിടെ നിന്നും മിസ്സിസ് വൈറ്റ് നോക്കിക്കണ്ടു. പിന്നെ എന്നത്തെയും പോലെയും ദൈനംദിന കാര്യങ്ങളിൽ അവർ പങ്കാളികളാകാൻ തുടങ്ങി. രാത്രിയിൽ അത്താഴം കഴിക്കുവാൻ ഇരുന്നപ്പോൾ അവർ പറഞ്ഞു, ഹെർബർട്ട് ഇനിയും തിരികെ വരുമ്പോൾ എന്താണോ ഉണ്ടാകാൻ പോകുന്നത്, അവന്റെ കളിയാക്കൽ ഇനിയും കേൾക്കുവാൻ എന്നെ കൊണ്ട് കഴിയില്ല. മിസ്സിസ് വൈറ്റ് പറഞ്ഞു. മിസ്റ്റർ വൈറ്റ് പറഞ്ഞു, എന്തായാലും ഞാൻ ഇനിയും പറയും, നടന്നത് തന്നെയാണ്, അത് എൻ്റെ കയ്യിലിരുന്ന് അനങ്ങി. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയതാണെങ്കിലോ? മിസ്സിസ് വൈറ്റ് പറഞ്ഞു. അനങ്ങി എന്ന് തോന്നിയെന്നല്ല പറഞ്ഞേ, എൻ്റെ കയ്യിലിരുന്ന് അനങ്ങി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ മറ്റൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ അതിനൊന്നും മിസ്സിസ് വൈറ്റ് ചെവി കൊടുത്തില്ല. അവർ മറ്റെന്തോ ചിന്തിക്കുകയാണ്. എന്താണ് നീ ചിന്തിക്കുന്നത്? മിസ്റ്റർ വൈറ്റ് ചോദിച്ചു. പുറത്ത് ആരുടെയോ കാലനക്കം ഞാൻ കേട്ടു, അതെന്താണെന്നാണ് നോക്കിയത്. മിസ്സിസ് വൈറ്റ് അതിന് ഉത്തരം നൽകി. ആരാണെന്നറിയുവാൻ വേണ്ടി അവർ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഒരാൾ വീട്ടിലേക്ക് വരണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന കാഴ്ചയായിരുന്നു അവർക്ക് കാണുവാൻ സാധിച്ചത്. പെട്ടെന്നാണ് അവരുടെ മനസ്സിലേക്ക് 200 പൗണ്ട് എന്ന ചിന്ത കടന്നു വന്നത്. അയാളുടെ വസ്ത്രധാരണം അവർ ശ്രദ്ധിച്ചു. പുതിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. സിൽക്കിന്റെ പുതിയ തൊപ്പിയും അയാൾ ധരിച്ചിരിക്കുന്നു. അയാൾ 3 തവണ വീട്ടിലേക്ക് കയറുവാൻ തുനിഞ്ഞതാണ്. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ 4ാമത്തെ വട്ടം ഗേറ്റിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ പെട്ടെന്നെടുത്ത തീരുമാനത്തോടെ അയാൾ വീട്ടിലേക്ക് നടന്നു കയറി. വാതിൽ മുട്ടിയ സമയം മിസ്സിസ് വൈറ്റ് വാതിൽ തുറന്നു. മിസ്റ്റർ വൈറ്റും അവിടേക്ക് നടന്നെത്തി. ആരാണ്, കാര്യം എന്താണെന്ന് തിരക്കി. എന്നാൽ വന്നവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെയാണ് അവരോട് പെരുമാറിയത്. അല്ലെങ്കിൽ എന്തൊക്കെയോ തീരുമാനിച്ച് അതെല്ലാം ഒളിപ്പിച്ച് പറയുന്നത് പോലെയാണ് അവരോട് സംസാരിച്ചത്. മിസ്റ്റർ വൈറ്റ് അയാളോട് വന്നതിന്റെ കാര്യം തിരക്കുന്നത് വരെയും അയാൾ എന്തെല്ലാം ഒളിപ്പിക്കുന്നത് പോലെ തന്നെയാണ് സംസാരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് നിശബ്ദനായി നിൽക്കുന്നതും കാണുവാൻ സാധിക്കുമായിരുന്നു. ആഗതൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു തൂവാല എടുത്തു, മുഖം തുടച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് മൂവാൻ വേഗസിൽ നിന്നുമാണ്. അപ്പോൾ പെട്ടെന്ന് മിസ്സിസ് വൈറ്റ് ചോദിച്ചു, എൻ്റെ മകന് വല്ല ആപത്ത് വല്ലതും ഉണ്ടോ? അവർ ഭയത്തോടെയും പേടിയോടെയും വിഭ്രതിയോടെയുമാണ് അത് ചോദിച്ചത്. മിസ്റ്റർ വൈറ്റും അത് ഏറ്റുപിടിച്ചു. എന്താണ് സംഭവം? നിങ്ങൾ തുറന്നു പറയൂ. അതിനുശേഷം മിസ്റ്റർ വൈറ്റ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്നത് ദൗർഭാഗ്യകരമായ വാർത്തയൊന്നും കൊണ്ടല്ലോ അല്ലേ? ആഗതനായ വ്യക്തി പറഞ്ഞു. ഞാൻ ഖേദിക്കുന്നു. അത് കേട്ടതും മിസ്സിസ് വൈറ്റ് ചോദിച്ചു, അവൻ എന്തെങ്കിലും മുറിവ് പറ്റിയോ? അതേ എന്ന അർത്ഥം വരുന്ന രീതിയിൽ ആഗതൻ തന്റെ തലയാട്ടി. വല്ലാതെ മുറിവ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നു, എന്നാൽ അദ്ദേഹത്തിന് വേദനയില്ല. കൈകൾ കൂട്ടിപ്പിടിച്ച് മിസ്സിസ് വൈറ്റ് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നാൽ അതൊരു മിഥ്യയായ മറുപടിയാണെന്ന് മനസ്സിലാക്കുവാൻ അവർക്കേറെ സമയം എടുത്തിരുന്നില്ല. ഭർത്താവിനെ മാറ്റി നിർത്തി അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം മിസ്റ്റർ വൈറ്റിന്റെ മുഖത്ത് കാണാൻ സാധിക്കുമായിരുന്നു. കാര്യം എന്താണെന്ന് അവർ വീണ്ടും തിരക്കി. മകൻ മെഷീനിടയിൽ വീണു എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത്. പരിഭ്രാന്തിയോടെ മിസ്റ്റർ വൈറ്റ് പറഞ്ഞു, അതെ, മെഷീനടിയിൽ പെട്ടുപോയി. മിസ്സിസ് വൈറ്റിന്റെ കയ്യിൽ മിസ്റ്റർ വൈറ്റ് മുറുകെ പിടിച്ചു. ജനാലക്കരികിലേക്ക് നടന്നു. അദ്ദേഹം പുറത്തേക്ക് തുറിച്ചു നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്സിസ് വൈറ്റ് മുറുകെ പിടിച്ചു. അവർ അവിടെ നിന്ന് പിച്ചും പെയ്യും പറയുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വല്ലാത്ത ക്രൂരതയായിപ്പോയി. ആഗതനായ വ്യക്തി അവർക്കരികിലേക്ക് നടന്നു. അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങൾക്കുണ്ടായ അഗാധമായ നഷ്ടത്തിൽ ഞാനും ഞങ്ങളുടെ കമ്പനിയും ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ സ്ഥാപനം അവരുടെ ദുഃഖം അറിയിക്കുന്നതിന് എന്നെയാണ് ഇടപെടുത്തിയിരിക്കുന്നത്. ഞാൻ അവരുടെ ആജ്ഞ അനുസരിക്കുന്ന അവിടുത്തെ വെറുമൊരു ജോലിക്കാരൻ മാത്രമാണ്. വൃദ്ധയുടെ കണ്ണുകൾ താന്നു, മുഖം താന്നു, നേർത്ത ശ്വാസം മാത്രം. എന്നാൽ മിസ്റ്റർ വൈറ്റിന്റെ മുഖത്ത് അതായിരുന്നില്ല. മോറിസ് അവിടേക്ക് നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആ വികാരമാണ് ഇപ്പോൾ മിസ്റ്റർ വൈറ്റിന്റെ മുഖത്ത് കാണുവാൻ സാധിക്കുന്നത്. മൂവാൻ വേഗസ് എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും കഴിഞ്ഞൊഴിഞ്ഞിരിക്കുന്നു. അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. എങ്കിലും നിങ്ങളുടെ മകന്റെ സേവനം പരിഗണിച്ചുകൊണ്ട് അവരൊരു നഷ്ടപരിഹാരം നിങ്ങൾക്ക് നൽകുവാൻ അവർ ആഗ്രഹിക്കുന്നു. അത് കേട്ടതും തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും മിസ്റ്റർ വൈറ്റ് വിട്ടു, എഴുന്നേറ്റ് നിന്നു. ഭയത്തോടെ
ആഗതന് നേരെ അയാൾ നോക്കി. എന്നിട്ട് ചോദിച്ചു, എത്രയാണ് അവർ തരുവാൻ ഉദ്ദേശിക്കുന്നത്? ആഗതൻ അതിനുള്ള മറുപടി നൽകിയത് ഇങ്ങനെയാണ്: 200 പൗണ്ട്. അത് കേട്ടതും മിസ്സിസ് വൈറ്റ് പൊട്ടിക്കരഞ്ഞു. വൃദ്ധന്റെ ചങ്ക് തകർന്നു. അത്രയും ബലമില്ലാത്ത ഒരു ചിരി ചിരിച്ചുകൊണ്ട് തലകറങ്ങി അദ്ദേഹം നിലത്തേക്ക് വീണു. 2 മൈൽ അകലെയുള്ള സെമിത്തേരിയിൽ തന്റെ മകനെ അടക്കിയ ശേഷം മിസ്സിസ് വൈറ്റും മിസ്റ്റർ വൈറ്റും നിഴലിലും നിശബ്ദതയിലും ആണ്ടുകിടക്കുന്ന അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നുവല്ലോ. അതിനാൽ അവർക്ക് അതിനോട് പൊരുത്തപ്പെടുവാൻ ഒട്ടും സാധിച്ചിരുന്നില്ല. എന്നാൽ അവരുടെ പ്രതീക്ഷകൾ മങ്ങിയിരുന്നില്ല. തങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഭാരം കുറയ്ക്കുന്ന എന്തെങ്കിലും ഒരു ശുഭകാര്യം നടക്കുമെന്ന വിശ്വാസത്തിൽ അവർ മുന്നിലേക്ക് അവരുടെ ജീവിതത്തെ തള്ളി നീക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് മുന്നിലേക്ക് പോകുന്തോറും അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു ദിവസം പെട്ടെന്ന് മിസ്റ്റർ വൈറ്റ് തന്റെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. താൻ ഏകനായാണ് ആ കട്ടിലിൽ കിടക്കുന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴേക്കും ആ മുറിയിലാകെ അന്ധകാരം വ്യാപിച്ചിരുന്നു. മുറിയിലെ ജനാലക്കരികിൽ നിന്നും ഒരു തേങ്ങൽ അദ്ദേഹത്തിന് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മിസ്സിസ് വൈറ്റിനോട് പറഞ്ഞു, വന്ന് കിടക്കൂ, തണുപ്പടിക്കും, എന്റെ കുഞ്ഞിന് തണുക്കുന്നുണ്ടാകും. വൃദ്ധ അത് പറഞ്ഞുകൊണ്ട് വീണ്ടും തേങ്ങി തേങ്ങി കരഞ്ഞു. അവരുടെ തേങ്ങലുകൾ പതിയെ പതിയെ മിസ്റ്റർ വൈറ്റിന്റെ ചെവിയിലേക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു. കടക്കയിൽ ചൂടുള്ളതിനാലും അദ്ദേഹത്തിന് ഉറക്കം വന്ന് നല്ലപോലെ നിൽക്കുന്നതിനാലും അദ്ദേഹം ഉറക്കത്തിലേക്ക് പതിയെ താഴ്ന്നു വീണു. മിസ്സിസ് വൈറ്റിന്റെ വലിയൊരു നിലവിളി കേട്ടാണ് പിന്നീട് അവർ ഉണർന്നത്. പാദം, കുരങ്ങിൻ പാദം, ഒരലർച്ചയോടെ അവർ പറഞ്ഞു. മിസ്റ്റർ വൈറ്റ് കടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എവിടെ എവിടെ കുരങ്ങൻ പാദം? ഇവിടെ, എനിക്കത് വേണം. മിസ്സിസ് വൈറ്റ് പറഞ്ഞു. നിങ്ങളത് നശിപ്പിച്ചു കളഞ്ഞില്ലല്ലോ അല്ലേ? ഞെരിപ്പ് മുറിയിലെ തട്ടിലതുണ്ട്. നിനക്കിപ്പോൾ എന്തിനാണത്? അവൾ ചിരിച്ചും കരഞ്ഞുകൊണ്ടും അയാളുടെ കവളിൽ ഉമ്മ വെച്ചു. എനിക്കിപ്പോഴാണ് അതിൻ്റെ കാര്യം ഓർമ്മ വന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ഇതിനു മുന്നേ അത് ഓർമ്മ വരാഞ്ഞത്? നിങ്ങൾ ഓർക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? മിസ്റ്റർ വൈറ്റ് പറഞ്ഞു. എന്തോർക്കാഞ്ഞത്? മറ്റ് 2 ആഗ്രഹങ്ങൾ നമ്മളുടെ ഒരു ആഗ്രഹം മാത്രമല്ലേ സാധിച്ചത്? മിസ്റ്റർ വൈറ്റിന് ദേഷ്യം വന്നു. നിനക്ക് അതുകൊണ്ട് തൃപ്തിയായില്ലേ? നമുക്ക് ഒന്നുകൂടി ആഗ്രഹിക്കാം. നിങ്ങൾ താഴേക്ക് പോയി അതിങ്ങെടുത്തുകൊണ്ടുവരൂ. നമ്മുടെ മകൻ ജീവനോടെ വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. വൃദ്ധൻ കിടക്കയിൽ നിന്നും വിറയ്ക്കുന്ന കാലുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പുതപ്പ് മാറ്റി. നിനക്ക് വട്ടാണ്. നിങ്ങൾ താഴേക്ക് പോകൂ, എടുത്തുകൊണ്ടുവരൂ, കൊണ്ടുവരൂ, എൻ്റെ മകൻ, എൻ്റെ മകൻ. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. മിസ്റ്റർ വൈറ്റ് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന തീപ്പെട്ടി ഉരച്ച് അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരി കത്തിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ വന്ന് കടന്നേ. നീയൊന്നും അറിയാതെയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ആഗ്രഹിച്ചത് നടന്നു. എന്തുകൊണ്ട് ഇത് നടന്നുകൂടാ? മിസ്റ്റർ വൈറ്റ് പറഞ്ഞു. അത് യാദൃശ്ചികം മാത്രമാണ്. നിങ്ങളത് പോയി എടുത്തുകൊണ്ടുവന്ന് ആഗ്രഹിക്കൂ. അവർ വീണ്ടും വീണ്ടും പറഞ്ഞു. മിസ്റ്റർ വൈറ്റ് ഓരോന്നും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാൻ നോക്കി. അവൻ 10 ദിവസം മുന്നേ മരിച്ചുപോയി. അതുമാത്രമല്ല, ഞാൻ നിന്നോട് പലതും പറഞ്ഞിട്ടില്ല. അവൻ്റെ വേഷം മാത്രമേ എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചുള്ളൂ. അന്ന് നീ കാണുമായിരുന്നത് ഭയങ്കര കാഴ്ചയാണെങ്കിൽ ഇപ്പോൾ നീ കാണാൻ പോകുന്നത് എന്തായിരിക്കും? അയാളുടെ വാക്കുകൾ വിറച്ചു. മിസ്സിസ് വൈറ്റ് പറഞ്ഞു, ഇല്ല, അവനെ തിരികെ കൊണ്ടുവന്നേ പറ്റൂ. അവനെ തിരികെ കൊണ്ടുവരൂ. കരഞ്ഞുകൊണ്ട് മിസ്സിസ് വൈറ്റ് അയാളെ വാതിലിൻ്റെ അടുക്കിലേക്ക് പിടിച്ചു വലിച്ചു. ഞാൻ വളർത്തിയ എൻ്റെ കുഞ്ഞിനെ കണ്ട് ഞാൻ പേടിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അയാൾ ഇരുട്ടിലൂടെ താഴേക്ക് ഞെരിപ്പ് മുറിയിലേക്ക് പോയി. അവിടെ നിന്നും കുരങ്ങിൻ പാദത്തിന്റെ അരികിലേക്കും. കുരങ്ങിൻ പാദം അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് പറയുന്നതിന് മുന്നേ തന്നെ അത് ഒരു പക്ഷേ തൻ്റെ അംഗഭംഗം വന്ന മകനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്ന ഭയം അയാളെ വല്ലാതെ അലട്ടി. അയാൾ മുറിയിലേക്ക് തിരിച്ചു പോകുവാൻ തുനിഞ്ഞു. അയാൾക്ക് വഴിതെറ്റി. അയാളുടെ നെറ്റി വിയർപ്പിൽ നനഞ്ഞു. ഇടനാഴി കണ്ടെത്തുന്നവരെയും ആ വൃത്തികെട്ട വസ്തു തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭിത്തിയിലൂടെ അയാൾ തപ്പിത്തടഞ്ഞു നടന്നു. അങ്ങനെ അദ്ദേഹം മുറിയിലെത്തിയതും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുഖം മാറിയതായി അയാൾക്ക് തോന്നി. വിളറിയതെങ്കിലും അവളുടെ മുഖത്ത് ഇപ്പോൾ സന്തോഷം കാണാം. അയാളുടെ ഭീതി അസ്വാഭാവികമായി. അയാൾക്ക് അവരോട് പേടി തോന്നി. നിങ്ങൾ ആഗ്രഹിക്കൂ, ആ വൃദ്ധ ഉറച്ച ശബ്ദത്തിൽ അവരോട് പറഞ്ഞു. മിസ്റ്റർ വൈറ്റ് പറഞ്ഞു, നീ പറയുന്നത് മണ്ടത്തരവും അധാർമികകരവുമാണ്. നിങ്ങൾ ആഗ്രഹിക്കൂ, വൃദ്ധ വീണ്ടും വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അയാൾ കൈകൾ ഉയർത്തി പറഞ്ഞു, എൻ്റെ മകൻ വീണ്ടും ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുരങ്ങിൻ പാദം വീണ്ടും അയാളുടെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. അയാൾ ഭയത്തോടെ ആ കുരങ്ങിൻ കാലുകളിലേക്ക് നോക്കി. വൃദ്ധ തിളങ്ങുന്ന കണ്ണുകളോടെ ജനാലക്കരികിലേക്ക് നടന്നു. മിസ്സിസ് വൈറ്റ് ജനാലയുടെ തിരശീല ഉയർത്തവേ മിസ്റ്റർ വൈറ്റ് ഭയത്തോടെയും ഭീതിയോടെയും വിറച്ചുകൊണ്ട് അവിടെ ഇരുന്ന കസാരയിലേക്ക് വീണു. ജനാലയുടെ പുറത്തേക്ക് നോക്കുന്ന വൃദ്ധയെ ഇടയ്ക്കിടയ്ക്ക് പാടി നോക്കി തണുത്തു മരവിച്ച് വൃദ്ധൻ അവിടെ ഇരുന്നു. വൃദ്ധൻ കത്തിച്ചു വെച്ച മെഴുകുതിരി ഒന്നാളിക്കത്തി പെട്ടെന്ന് അണഞ്ഞു. കുരങ്ങിൻ പാദത്തിന്റെ ശക്തി
ഒരിക്കൽ കൂടി പരാജയപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ ആ വൃദ്ധൻ ആ കിടക്കയിലേക്ക് കടന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ആ വൃദ്ധയും തികഞ്ഞ നിരാശയോടെ ഉദാസീനതയായി അയാൾക്കരികിലേക്ക് വന്നു. രണ്ടുപേരും തികഞ്ഞ നിശബ്ദതയോടെ അവിടെ ഇരുന്നു. ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം മാത്രം ഇപ്പോൾ അവിടെ ഉയർന്ന് കേൾക്കാൻ സാധിക്കും. അവരുടെ മുറിയിലെ ഇരുട്ട് കൂടി വരുന്നതായി അവർക്ക് തോന്നി. എവിടെയോ എലി ഓടുന്ന ശബ്ദവും അവർക്ക് കേൾക്കുവാൻ സാധിച്ചു. കുറച്ചു സമയം വൃദ്ധൻ അവിടെ കടന്നതിന് ശേഷം അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് താഴേക്ക് പോയി മെഴുകുതിരി എടുക്കുവാൻ വേണ്ടി. അയാൾ പടികൾക്ക് താഴെ എത്തിയതും കൊള്ളികൾ അണഞ്ഞു. രണ്ടാമത്തെ കൊള്ളി ഉരയ്ക്കുവാൻ പോയ സമയം അവരുടെ വീടിന്റെ മുൻവാതിലിൽ പതിയെ മൃദുവായി ആരോ കൊട്ടുന്ന ശബ്ദം അയാൾ കേട്ടു. അത് കേട്ടതും തീപ്പെട്ടി അയാളുടെ കയ്യിൽ നിന്നും നിലത്തേക്ക് വീണു. ഒരു നിമിഷത്തേക്ക് അയാൾ അനക്കമറ്റ് ശ്വാസം പിടിച്ച് അവിടെ നിന്നു. രണ്ടാമത്തെ കൊട്ട് കേൾക്കുന്നത് വരെ അയാൾ പേടിച്ച് വിറച്ചുകൊണ്ട് മുകളിലേക്ക് ഓടി തന്റെ റൂമിന്റെ വാതിൽ അദ്ദേഹം അടച്ചു. മൂന്നാമത്തെ ശബ്ദം ആകെ പ്രകമ്പനം കൊള്ളിച്ചു. ആ വീടെങ്ങും മുഴങ്ങിക്കേട്ടു. അത് കേട്ടതും ആ വൃദ്ധ എടുത്തു ചോദിച്ചു, എന്താണ് ആ ശബ്ദം? അയാൾ പറഞ്ഞു, അതൊരു എലിയാണ്, ഞാൻ കണ്ടതാണ് അവൻ ഓടുന്നത്. വിശ്വാസമാകാതെ ആ വൃദ്ധ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ചെവിയോർത്തു. വീണ്ടും ആ കൊട്ടുന്ന ശബ്ദം കേട്ടു. അത് ഹെർബർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വാതിലിനരികിലേക്ക് ഓടി. മിസ്റ്റർ വൈറ്റ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? അത് എന്റെ കുഞ്ഞാണ്, അത് ഹെർബർട്ടാണ്, അവർ ആവേശത്തോടെ പറഞ്ഞു. അവൻ എന്നിൽ നിന്നും 2 മൈൽ ദൂരമാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? നിങ്ങളൊന്ന് മാറി, എനിക്ക് പോണം, എനിക്ക് ആ വാതിൽ തുറക്കണം. ദൈവത്തെ ഓർത്ത് നീ അതിനെ അകത്ത് കയറ്റരുത്. നിങ്ങൾ സ്വന്തം മകനെ ഭയക്കുന്നു. ഹെർബർട്ട്, മോനെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് മിസ്റ്റർ വൈറ്റിനെ തെള്ളിക്കളഞ്ഞുകൊണ്ട് അവർ താഴേക്ക് ഓടുകയാണ്. അയാൾ തുറക്കരുതെന്ന് യാചിച്ചുകൊണ്ട് കോണിപ്പടിയുടെ മുകളറ്റം വരെ പോയി. വൃദ്ധ വാതിലിന്റെ ചങ്ങലകൾ മാറ്റുന്ന ശബ്ദം അയാൾ കേട്ടു. അവർ അടുത്തിരുന്ന കസേര വാതിലിന്റെ അരികിലേക്ക് വലിച്ചു നീക്കുന്ന ശബ്ദവും അയാൾ കേട്ടു. ഇത് മാറ്റാൻ പറ്റുന്നില്ല, നിങ്ങൾ വേഗം താഴേക്ക് വരൂ. എന്നാൽ ഈ സമയം മിസ്റ്റർ വൈറ്റ് മുട്ടുകുത്തി നിന്ന് താഴെ താൻ എറിഞ്ഞു കളഞ്ഞ ആ കുരങ്ങിൻ പാദം തിരയുകയായിരുന്നു. അത് കണ്ടെത്തിയില്ല എങ്കിൽ അത് വീണ്ടും വീട്ടിലേക്ക് കയറും. വീണ്ടും നിരന്തരമായ കതകിൽ കൊട്ടുന്ന ശബ്ദം അവിടെ എങ്ങും മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. വൃദ്ധ പതിയെ ഓടാമ്പൽ നീക്കുവാൻ തുടങ്ങി. അതിന്റെ ശബ്ദം പതിയെ പതിയെ വൃദ്ധന്റെ കാതുകളിലും എത്തിയിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കുരങ്ങിന്റെ പാദവും കിട്ടിയിരുന്നു. ഭ്രാന്തമായ ആവേശത്തോടെ തന്റെ മൂന്നാമത്തെ ആഗ്രഹവും അയാൾ പറഞ്ഞു. വാതിലിൽ കൊട്ടുന്ന ശബ്ദം പെട്ടെന്ന് നിലച്ചു. എന്നാൽ അതിന്റെ പ്രതിധ്വനി അപ്പോഴും ആ വീട്ടിൽ മുഴങ്ങി കേൾക്കാൻ കഴിയുമായിരുന്നു. അപ്പോഴേക്കും ആ വൃദ്ധയായ സ്ത്രീ ഓടാമ്പൽ മാറ്റിക്കഴിഞ്ഞിരുന്നു. വാതിൽ തുറന്ന സമയം ഒരു തണുത്ത കാറ്റ് കോണിപ്പടിയിലേക്ക് വീശിയടിച്ചു. നിരാശ നിറഞ്ഞ ഒരു നിലവിളിയാണ് വൃദ്ധനെ അവർക്കരികിലേക്കും അവിടെ നിന്ന് ഗേറ്റിന്റെ അരികിലേക്കും പോകുവാൻ പിന്നീട് ധൈര്യം പകർന്നത്. വിജനവും ശാന്തവുമായ വഴിയിൽ തെരുവിളക്കുകൾ മാത്രം മങ്ങി കാത്തുനിന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.